ഇത് കഴിഞ്ഞൊരു ഗുഹയുണ്ട്. അത് കഴിഞ്ഞൊരു ഗുഹയുടെ അകത്തു നിന്നൊരു തീകോളം മേപ്പോട്ട് പോകും. അടുത്ത് നിന്ന് ഞാൻ ഒരു പാർട്ടിയോട് പറഞ്ഞു, ദേ അങ്ങോട്ട് നോക്കെന്ന് പറഞ്ഞു. നോക്കിയപ്പോൾ ഞാനിങ്ങനെ മലത്ത് കിടക്കുകയല്ലേ. നോക്കിയപ്പോൾ അയാൾ കണ്ടു. ബാക്കിയൊക്കെ കാണാൻ പറ്റിയില്ല. അത് അഗസ്ത്യരായിരുന്നു. തീകോളമായിട്ട്. ഈ മുരുകൻ എല്ലാവരും നിർബന്ധിച്ചെങ്കിലും ഞാൻ വഴങ്ങിയില്ല, ആരും ഇറങ്ങിയതുമില്ല. രാത്രിയിലാണ് ചന്ദനമഴ. ചന്ദനമഴയുടെ ഒരു പ്രത്യേകത, നോക്കിയപ്പോൾ ചന്ദനത്തിൻ്റെ നല്ല മണം. ഉടൻ തന്നെ ഞാൻ ഇപ്പോൾ ഈ മഴയും തണുപ്പും ആയതുകൊണ്ട് 2 or 3 ഡ്രസ്സ് പുതച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം എടുത്ത് നോക്കിയപ്പോൾ ഇതിനെല്ലാം ഭയങ്കരമാണ്. ഈ മണം എനിക്ക് മാത്രമല്ല, ഇപ്പോഴത്തേക്ക് അപ്പുറത്തിരുന്ന അമ്മയ്ക്ക് വരെ കിട്ടി. ആ കണ്ട് ചന്ദനമഴ പെയ്തല്ലോ, ആരാണെന്ന് പറഞ്ഞ് അമ്മ എപ്പോഴത്തേക്ക് കൂടി. ആ മണം എനിക്ക് തോന്നുന്നു ഇപ്പോഴും എൻ്റെ ശരീരത്തിൽ ഉണ്ടെന്ന്. ഇപ്പോഴും ആ ചന്ദനത്തിന് മാറിയിട്ട് കഴിഞ്ഞ് വേണമെങ്കിൽ നിങ്ങൾ നോക്കിക്കോ. ഞാൻ ചന്ദനൊന്നും പരട്ടിയിട്ടില്ല, സ്പ്രേ ഒന്നും അടിച്ചിട്ടില്ല. വേണമെങ്കിൽ നോക്കിക്കോളൂ, മണമുണ്ട്. ഈ കടപ്പിൽ കിടന്നിട്ട് ഞാൻ അങ്ങോട്ട് നോക്കിയപ്പോൾ ഇത്രയുള്ളൊരു തീകോളം, ഒരു വലിയ തീകോളം അതിൻ്റെ രണ്ടാമത്തെ ഇത് കഴിഞ്ഞൊരു ഗുഹയുണ്ട്. അത് കഴിഞ്ഞൊരു ഗുഹയുടെ അകത്തു നിന്നൊരു തീകോളം മേപ്പോട്ട് പോകും. അപ്പോൾ ഞാൻ അടുത്ത് നിന്ന് ഞാൻ ഒരു പാർട്ടിയോട് പറഞ്ഞു, ദേ അങ്ങോട്ട് നോക്കെന്ന് പറഞ്ഞു. നോക്കിയപ്പോൾ ഞാനിങ്ങനെ മലത്ത് കിടക്കുകയല്ലേ. നോക്കിയപ്പോൾ അയാൾ കണ്ടു. ബാക്കിയൊക്കെ കാണാൻ പറ്റിയില്ല. അത് അഗസ്ത്യരായിരുന്നു. തീകോളമായിട്ട്. തീകോളമല്ല, ഒരു വെളുത്ത പ്രകാശം. ചന്ദ്രനെ ഇതേപോലെ കാണുന്ന ഈ ഒരു വെളുത്ത പ്രകാശം പോലെ മേപ്പോട്ട്. തീയും ഒന്നുമല്ല, ഒരു വെളുത്ത പ്രകാശം ഇങ്ങനെ ഉയർന്ന് മേപ്പോട്ടാണ്. ഞാൻ അയാളോട് കാണിച്ചു. അയാൾ കണ്ടു കഴിഞ്ഞുടനെ ഞങ്ങൾ ഒരാളെ കണ്ടുള്ളൂ. പിന്നെ ഇനിയും 2 ഗുഹകളുണ്ട്. ആ 2 ഗുഹയോടെ കഴിഞ്ഞെങ്കിലേ ആ തീ പുറപ്പെട്ട ഗുഹയ്ക്കകത്ത് എല്ലാം പറ്റുള്ളൂ. അടുത്ത ഗുഹയും കൂടെ ഒരു വിധത്തിൽ കടന്നു. 3ാമത്തെ ഗുഹയിൽ ചെന്നപ്പോഴത്തേക്ക് ആർക്കും കയറാൻ പറ്റത്തില്ല. കാരണം അത് ചെറിയൊരു ഹോളാണ്. ആ ഹോളിനകത്തൂടെ കയറാൻ വളരെ ബുദ്ധിമുട്ടാണ്. കയറിയാൽ തന്നെ ഇറങ്ങി വരാൻ പ്രയാസമാണ്. കാരണം അത് നല്ല താഴ്ചയാണ്. പിന്നെ ഇറങ്ങി വരാൻ വലിയ പ്രയാസമാണ്. ഈ മുരുകൻ എല്ലാവരും നിർബന്ധിച്ചെങ്കിലും ഞാൻ വഴങ്ങിയില്ല, ആരും ഇറങ്ങിയതുമില്ല. അപ്പോൾ അവിടെ അതിനകത്ത് നോക്കിയപ്പോൾ അതിനകത്ത് ഒരു കൽവിളക്കിരുന്ന് കത്തുന്നു. അകത്ത് കൽവിളക്കിരുന്ന് കത്തുന്നു. ആരും അങ്ങോട്ട് പോയിട്ടില്ല. ഞങ്ങൾ ആരും ഇറങ്ങിയിട്ടില്ല. ഒരു കൽവിളക്കിരുന്ന് കത്തുന്നു. അപ്പോൾ മറ്റുള്ളവർക്ക് സംശയം ഉണ്ടായോ എന്ന് അറിയില്ല. എനിക്ക് സംശയം ഉണ്ടായി. ഒരുപക്ഷെ അഗസ്ത്യർ കത്തിച്ചിട്ട് പോയതായിരിക്കാം. അഗസ്ത്യരുടെ ഗുരുവാണ് മുരുകൻ. അപ്പോൾ ഗുരുവിനെ കണ്ടപ്പോൾ പോയതാകാം, എഴുന്നേറ്റതാകാം. അല്ലെങ്കിൽ ഈ മുരുകൻ്റെ സിദ്ധി കൊണ്ട് അവിടെ വിളക്ക് കത്തിയതാകാം. എന്തായാലും ആരും ഇറങ്ങാതെ വിളക്ക് അവിടെ കത്തിയിരിപ്പുണ്ട്. ഞങ്ങൾ പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഇക്കരെ വന്ന് കല്യാണ തീർത്ഥത്തിൻ്റെ ഇക്കരെ വന്ന് ക്ഷീണമൊക്കെ മാറ്റി. അപ്പോൾ രാത്രിയിലാണ് ചന്ദനമഴ. അപ്പോൾ ചന്ദനമഴയുടെ ഒരു പ്രത്യേകത, അവിടെ ചന്ദനമഴ പെയ്യുമെന്ന് ഈ കൃഷ്ണവേണി അമ്മ കേട്ടിട്ടേ ഉള്ളൂ. ആരുടെയും അനുഭവമില്ല. അങ്ങനെ ഉണ്ട് ഒരു സംഭവം എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഞാനെന്തായാലും തീരുമാനിച്ചു, എന്തായാലും ഇവിടെ വരെ വന്നു, എന്തായാലും രാത്രി ധ്യാനത്തിലിരിക്കുക എന്ന് വിചാരിച്ചു. ഞങ്ങൾ 3 പേര് തയ്യാറെടുത്തു. ഞാൻ, രന്തി, പിന്നെ കായംകുളത്തുകാരനൊരാൾ. ഞങ്ങൾ 3 പേര് പോകാൻ തയ്യാറെടുത്തു. ബാക്കി ഈ നാക്കൊക്കെ വളച്ചിരിക്കുന്ന സ്വാമിക്കൊന്നും വരാൻ അദ്ദേഹം വിളിച്ചു പോലും തുടങ്ങി സന്ധ്യയായപ്പോഴത്തേക്ക്. എനിക്ക് എൻ്റെ വീട്ടിൽ പോകണേ എന്നും പറഞ്ഞിട്ട്. സാധാരണ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ. അപ്പോൾ ഈ യോഗിമാരുടെയൊക്കെ യോഗിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയാം. സർവ്വസമയവും കേജരി മുദ്രയായിട്ട് നടക്കുകയാണ്. ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന് വിളിച്ചു പോലാണ് എനിക്ക് എൻ്റെ വീട്ടിൽ പോണേ, അല്ലെ എനിക്കിവിടെ നിൽക്കാൻ വയ്യ എന്ന് പറഞ്ഞ് ഭയങ്കര. അവസാനം ഞാൻ സമാധാനിപ്പിച്ച് എനിക്ക് ഒരു ഭഗവാനെ പിടിച്ചുകൊണ്ട് വിട്ടിരുന്നു എന്നും പറഞ്ഞ് വേറൊരു ശിവലിംഗവും ഒരു ക്ഷേത്രവും ഈ അമ്മ പണിതിട്ടുണ്ട്. ഒരു ഗണപതി ക്ഷേത്രവും കൂടെ. ഇതിനകത്ത് കയറിക്കോ, പേടിക്കണ്ട എന്നും പറഞ്ഞിട്ട് അമ്മ വന്ന് അയാളെ സമാധാനിപ്പിച്ച് ഇതിനകത്തിരുത്തി. കൂടിന് വേറെ വരാത്തവരുണ്ടല്ലോ, അവിടെ ഇരുത്തി.
ഞങ്ങൾ 3 പേര് കല്യാണ തീർത്ഥത്തിൻ്റെ സൈഡിൽ അഗസ്ത്യർ പ്രതിഷ്ഠിച്ച ശിവൻ്റെ അമ്പലത്തിലേക്ക് പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ വലിയ അമ്പലമൊന്നുമല്ല, ഒരു പ്രതിഷ്ഠയുണ്ട്, അതിന് ചുറ്റും ഒന്ന് മറച്ചു കെട്ടിയിട്ടുണ്ട്, ഇത്ര തന്നെ ഉള്ളൂ. ഇപ്പോൾ എനിക്ക് തോന്നുന്നൊരു മുറിയമറ്റം ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ പോയി ഞങ്ങൾ 3 സ്വാഭാവികമായിട്ട് ധ്യാനത്തിൽ, അതിഭയങ്കരമായ മഴ, അത് ഒരു ദീപാവലിയായിരുന്നു, ദീപാവലി ദിവസമായിരുന്നു. അതിഭയങ്കരമായ മഴ, സഹിക്കാൻ വയ്യ. അവിടുത്തെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ശക്തി കൂടിയപ്പോഴത്തേക്ക് ചെവിയും കേൾക്കാൻ വയ്യ, കണ്ണും കാണാൻ വയ്യ, വല്ലാത്തൊരവസ്ഥ. ഈ വേപ്പറെല്ലാം കൂടി ഇങ്ങനെ ഉയർന്നിട്ട്, ഈ ഫാളിൽ നിന്ന് വരുന്ന വേപ്പറെല്ലാം കൂടെ അങ്ങോട്ട് ഉയർന്നിട്ട് അത് തന്നെ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. എന്തായാലും വന്നതല്ലേ ഇരിക്കാമെന്നും പറഞ്ഞ് ഞങ്ങളിരുന്ന് ഞാൻ സമാധിയിൽ നിന്ന് ഉണരുന്നത് 2 മണിക്കാണ്. അപ്പോൾ 2 മണിക്ക് ഉണരാൻ കാരണം എൻ്റെ ദേഹത്തെല്ലാം എന്തോ നനയുന്നു. ഇനി വല്ല പാമ്പോ മറ്റോ ആണോ എന്നൊരു സംശയം. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ ചന്ദനത്തിൻ്റെ നല്ല മണം. ഉടൻ തന്നെ ഇപ്പോൾ ഈ മഴയും തണുപ്പും ആയതുകൊണ്ട് 2 or 3 ഡ്രസ്സ് ഞാൻ പുതച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം എടുത്ത് നോക്കിയപ്പോൾ ഇതിനെല്ലാം ഭയങ്കര മണം. ഈ മണം എനിക്ക് മാത്രമല്ല, അപ്പോഴത്തേക്ക് അപ്പുറത്തിരുന്ന അമ്മയ്ക്ക് വരെ കിട്ടി. ആ കണ്ട് ചന്ദനമഴ പെയ്തല്ലോ, ആരാണെന്നും പറഞ്ഞ് അമ്മ അപ്പോഴത്തേക്ക് ഓടി ഗുഹയ്ക്ക് പുറത്തു വന്നു. അപ്പോൾ അപ്പോഴത്തേക്ക് ഞാൻ ഇത് നോക്കി, എൻ്റെ കൂടെ 2 പേരുണ്ടല്ലോ, ഞാൻ നോക്കിയപ്പോൾ 2 പേരും അവിടെ ഇല്ല, അവർ വലിഞ്ഞു എപ്പോഴേ. അപ്പോൾ ഇവരെവിടെയെന്നായി, ഇവരിനിയും തൊട്ട് താപ്പോട്ട് ചാടിയാൽ ഗുഹയിലെ അഗസ്ത്യർ ഫാളിലാണ് വീഴുന്നത്. ഫാളിൽ വീണാൽ പിന്നെ കിട്ടത്തില്ല, കാരണം അതിൻ്റെ ആഴം പോലും ഇതുവരെ കാര്യം കണ്ടുപിടിച്ചിട്ടില്ല. ഫാളിൽ വീണാൽ കിട്ടത്തില്ല. അങ്ങനെ വല്ലതും ആണോ എന്നുള്ള പേടിയും കൊണ്ട് ഞാൻ പെട്ടെന്ന് ഈ സ്റ്റെപ്പേ കൂടെ, കറുത്തവാവ് ദിവസമാണ്, പക്ഷേ സ്റ്റെപ്പ് ക്ലിയറായിട്ട് കാണാം, മഴയുമാണ്, സ്റ്റെപ്പ് ക്ലിയറായിട്ട് കാണാം. ആ വിട്ട് സ്റ്റെപ്പാണ്, അതായത് ശബരിമലയിലെ പഴയ സ്റ്റെപ്പ് പോലെ ഒരു കാലിൻ്റെ ഫ്രണ്ട് വെക്കാനേ പറ്റുള്ളൂ. കല്ലേ കെട്ടിയിരുന്നു, ഒരു കാലിൻ്റെ ഫ്രണ്ട് വെക്കാനേ പറ്റുള്ളൂ. അതിൻ്റെ സൈഡ്, അതൊരു വലിയ പാറയെന്ന് പറഞ്ഞാൽ ഒരു പർവ്വത ഒറ്റ പാറയായിട്ടിരിക്കുകയാണ്. അതിൻ്റെ സൈഡിൽ കൂടാണ് ഈ അമ്മ താമസിക്കുന്ന ഗുഹയിലോട്ട് പോകുന്ന ഈ സ്റ്റെപ്പ് കെട്ടിയിരിക്കുന്നത്. അപ്പോൾ അതേ ചവിട്ടി അവിടെ മേളിൽ ചെന്നപ്പോഴത്തേക്ക് അമ്മ ഇറങ്ങി വന്നു. അപ്പോഴത്തേക്ക് നമുക്ക് പോയി വിളിക്കാൻ പറ്റില്ല, അവർ ഗുഹയ്ക്കകത്ത് എവിടെയോ ആണ്. അവർ വന്നു, ആരാണ് ആ ഞാൻ പറഞ്ഞു എനിക്കാണെന്ന് എന്തോ ഒരു മണമൊക്കെ ഉണ്ട് അമ്മ എന്നൊക്കെ പറഞ്ഞു. തമിഴ് കൊച്ച്, അവർക്ക് ചെന്തമിഴാണ് ആ അമ്മ, കൃഷ്ണവേണി അമ്മ ചെന്തമിഴാണ്. അപ്പോൾ നമ്മുടെ മലയാളവും നമ്മൾ കൊച്ചു പറയുന്ന തമിഴൊന്നും അവർക്ക് മനസ്സിലാവില്ല. എന്തായാലും അവർ വളരെ അതിശയത്തോടൊക്കെ കണ്ടു. അത് കഴിഞ്ഞ് ആ മണം എനിക്ക് തോന്നുന്നു ഇപ്പോഴും എൻ്റെ ശരീരത്ത് ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പോഴും ആ ചന്ദനത്തിന് മണമുണ്ട്, ചന്ദനത്തിന് മണമുണ്ട്, ശരീരത്തിനുണ്ട്. ഇത് കഴിഞ്ഞ് വേണമെങ്കിൽ നിങ്ങൾ നോക്കിക്കോ, ഞാൻ ചന്ദനൊന്നും പരട്ടിയിട്ടില്ല, സ്പ്രേ ഒന്നും അടിച്ചിട്ടില്ല, വേണമെങ്കിൽ നോക്കിക്കോളൂ, മണമുണ്ട്. പിന്നെ അവിടുന്ന് പിന്നെ ഞങ്ങൾ രാവിലെ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്നു. പിന്നെ അമ്മയും ഉറങ്ങിയിട്ടില്ല, അവിടെ ഇരുന്ന് ഞങ്ങൾ ഇങ്ങനെ, അവർ പറയുന്നതൊന്നും ഈ കൊടും തമിഴായതുകൊണ്ട് അവർ എത്രയോ വർഷം മുമ്പ് അവിടെ താമസമാക്കിയവരാണ്. അവർ ചെന്നൈക്കാരിയാണ്. പിന്നെ ഈ മുരുകനെ ഒട്ട് അവിടെ കണ്ടിട്ടുമില്ല. ഈ മുരുകനെ ഈ സമയത്തൊന്നും കണ്ടിട്ടില്ല. ഞങ്ങളെ അവിടെ കൊണ്ടാക്കി എന്നല്ലാതെ ഈ മുരുകനെ പിന്നെ കണ്ടിട്ടില്ല. ഇവൻ എവിടെ കിടക്കുമെന്നും അറിയത്തില്ല. ഞങ്ങൾ പിന്നെ താപ്പോട്ടിറങ്ങി. പിന്നെ അവിടെ കുറേ കാണാനുണ്ട്. ഈ 18 ശിഷ്യന്മാരെ പഠിപ്പിച്ചു എന്ന് പറയുന്നില്ലേ, അവിടെ കൊച്ചു കൈതക്കാടുകളും കൊച്ചു ചെടികൾ പടർന്ന ചെറിയ വനങ്ങളുമുണ്ട്. ഈ കണ്ടൽ വനങ്ങൾ പോലെ നദി ഒഴുകുകയല്ലേ അതിൻ്റെ സൈഡുകളിൽ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കയറി നോക്കിയാൽ ശിവലിംഗം പണിഞ്ഞ് മുഴിപ്പിക്കാതെ ഉടച്ചു കളഞ്ഞത്, അത് ശിവലിംഗമാണ് ഏറ്റവും കൂടുതൽ കാണാനുള്ളത്. പിന്നെ ചില പ്രത്യേക കൂട്ടുകൾ, ഏതോ മെർക്കുറിയുടെ കൂട്ടുകളോ ഏതൊക്കെയോ ഇങ്ങനെ അവസാനിപ്പിക്കാതെ നശിപ്പിച്ച് കളഞ്ഞത്. ഇതിങ്ങനെ ഒരുപാട് നമുക്ക് കാണാം. വിഗ്രഹങ്ങളാണ് ഏറ്റവും കൂടുതൽ. അത് ഏത് ദേവനെയാണെന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ വയ്യാത്ത വിഗ്രഹങ്ങൾ ഒരുപാടുണ്ട്.
അപ്പോൾ ഇത് പഠിപ്പിച്ചു എന്നുള്ളത് നേരാണ്. കാരണം അത്ര പ്രാക്ടീസ് കൊടുത്താണ് അഗസ്ത്യർ വരെ ഈ 18 ശിഷ്യന്മാരെയും പഠിപ്പിച്ചത്. അതിൻ്റെ എവിഡൻസ് ഇപ്പോഴും ഈ പൊതികയിലുണ്ട്. അവിടെ പോയി പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു. പിന്നെ ഞാൻ അങ്ങോട്ട് പോകുന്നത് അമ്മ 2005 അമ്മ മരിച്ചു അറിഞ്ഞു. 2006 പോയി. അവിടെ 2006 പോയപ്പോഴത്തേക്ക് അവിടുത്തെ ഗ്ലെയർ അമ്മയുടെ ആയിരുന്നു ആ ഗ്ലെയർ ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ ആ അമ്മയുടെയും മുരുകൻ്റെയും കൂടെ ആയിരുന്നു അവിടെ ഒരു ഗ്ലെയർ ഉണ്ടായിരുന്നത്. അതൊക്കെ നശിച്ച് ഒരു നശിച്ച് നാറാണക്കല്ലിടുക എന്ന് പറഞ്ഞില്ലേ, അതുപോലെയായി പുതിയ. ഇപ്പോൾ പോയാൽ അതിനകത്തൊരു ഇതും കാണില്ല. ഞാനിപ്പോൾ പിന്നെ പോയിട്ടില്ല. 2006 ഒന്ന് പോയിരുന്നു, പിന്നെ പോയിട്ടില്ല. 2005 അമ്മ സമാധിയാകുന്നത്. ഇതാണ് പുതിയയുടെ കഥ.